നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. SDPIക്ക് കുരുക്കിട്ട് ഇഡി. രാജ്യത്ത് 12 ഇടങ്ങളിൽ റെയ്ഡ്. കേരളത്തിലും വ്യാപക പരിശോധന. റെയ്ഡ് പോപ്പുലർ ഫ്രണ്ട് ബന്ധം വ്യക്തമായതിനു പിന്നാലെ. നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടി. ബൊഫോഴ്സ് കേസിൽ പുനരന്വേഷണം. അമേരിക്കയിലെ സ്വകാര്യ കുറ്റാന്വേഷകനോട് വിവരങ്ങൾ തേടി CBI. 1986 കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നെന്ന് ഹർഷ്മാൻ. S. ജയശങ്കറിനു നേരെ ഖാലിസ്ഥാൻ ആക്രമണ ശ്രമം. സംഭവം വിദേശകാര്യമന്ത്രിയുടെ UK സന്ദർശനത്തിനിടെ. അപലപിച്ച ഭാരതം. ബ്രിട്ടനെ പ്രതിഷേധം അറിയിച്ചു. BJP വളർച്ചയിൽ അന്ധാളിച്ച് CPM. ശക്തി കേന്ദ്രങ്ങളിലും വോട്ട് ചോർച്ചയെന്ന് സംഘടനാ റിപ്പോർട്ട്. ഗൗരവത്തോടെ കാണണമെന്ന് MP ഗോവിന്ദൻ. സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. സ്ഥലം MLA മുകേഷിനെ കാണാനില്ല. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതി. അസോസിയേറ്റ് പ്രൊഫസറെയും പ്രോ VC ആക്കാം. നീക്കം VCക്കുമേൽ അധികാരം ഉറപ്പിക്കാനെന്ന് വ്യക്തം. മന്ത്രി R. ബിന്ദു ഇടത് സംഘടനകളുടെ ചൊൽപ്പടിയിലെന്ന് ആരോപണം. കരാർ നിയമനങ്ങളിൽ കണക്കില്ലാതെ സർക്കാർ. എണ്ണം എത്രയെന്ന നിയമസഭയിലെ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മൗനം. പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ സംവരണ തത്വങ്ങളിലും അട്ടിമറി. സംസ്ഥാനത്ത് ലഹരിക്കടിമപ്പെട്ട കുട്ടികളുടെ എണ്ണം കുത്തനെ മേൽപോട്ട്. വിമുക്തിയിൽ ചികിത്സ തേടിയ ആയിരങ്ങൾ. കൊച്ചിയിലേക്കുള്ള ലഹരി കടത്തുകളിൽ അന്വേഷണം ഊർജിതം. പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ മുഖ്വയിലെ ഗംഗാദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും. ഗംഗാമാതാവിന്റെ ശൈത്യകാല വസതി സന്ദർശിക്കാനായതിൽ സന്തോഷമെന്ന് നരേന്ദ്രമോദി. വിശദമായ വാർത്തകളിലേക്ക്. കേരളം ഉൾപ്പെടെ രാജ്യത്തെ 12 ഇടങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മലപ്പുറത്തും തിരുവനന്തപുരത്തും അടക്കമാണ് റെയ്ഡ്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് NK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ED റെയ്ഡ്. കൂടുതൽ വിവരങ്ങളുമായി പ്രതിനിധികളായ ഗൗതം അനന്തനാരായണനും ശിവദാസ് കന്മനവും പ്രജിത് മോഹനനും ചേരുകയാണ്. ആദ്യം ഗൗതമിലേക്ക് പോകുന്നു. ഗൗതം, കഴിഞ്ഞ ദിവസം MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PFIയും SDPIയും ഒന്നുതന്നെ എന്ന് തന്നെയാണ് അതിൽ പരാമർശിക്കുന്നത്. എന്നു മാത്രമല്ല, SDPIയുടെ എല്ലാ നയവും PFIക്ക് തുല്യമാണ്. സാമ്പത്തിക സ്രോതസ്സുകളടക്കം ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് അത് ശേഖരിക്കുന്നത്. എന്നു മാത്രമല്ല, ജിഹാദ് തന്നെയാണ് ലക്ഷ്യം. ആന്തരികമായി ഇസ്ലാമിക സംഘടനയായും സാമൂഹികമായി ബാഹ്യമായ ഒരു സാമൂഹിക സംഘടനയായുമാണ് SDPI പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആ ED റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. എന്തായാലും അതിന്മേൽ ഒരു പിടിമുറുക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ 12 ഇടങ്ങളിൽ ആണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത്. SDPI കേന്ദ്രങ്ങളിൽ കേരളത്തിലെ 2 ഇടങ്ങളിലാണ്. മലപ്പുറത്തും തിരുവനന്തപുരത്തും റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. ഗൗതമിന് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ. രോഹിണി, SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ പരിശോധന രാജ്യത്ത് 12 സ്ഥലങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുന്നത്.
SDPIയുടെ ഭീകരബന്ധം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPI എന്നുള്ളതാണ്. SDPIയുടെ നയങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നയങ്ങൾ തന്നെയാണ്. അത് സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ നയപരമായ രൂപീകരണമോ മാത്രമല്ല, മറിച്ച് പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണോ കായികമായി രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതേ ശൈലി തന്നെയാണ് SDPIക്കും ഉള്ളത് എന്ന് തന്നെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ഇതൊരു ലക്ഷണമൊത്ത ഭീകര സംഘടനയാണ് എന്ന പൂർണ്ണമായ വിലയിരുത്തലിലേക്ക് കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും എത്തുകയാണ്. അതിനാൽ ഇന്നിപ്പോൾ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ കേരളം കൂടാതെ കേരളത്തിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തും പരിശോധനയുണ്ട്. ഒപ്പം കർണാടകയിലെ ബംഗളൂരുവിലും ആന്ധ്രാപ്രദേശിലും പരിശോധന നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ താനെയിൽ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലും രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിലും ഒപ്പം അസമിലെ ഗുവാഹട്ടി തുടങ്ങി രാജ്യത്തെ 12 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ SDPIയുടെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ പരിശോധന. ഇതിൽ നിർണായകമായ ചില തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ പരിശോധന നടക്കുന്നതിനൊപ്പം MK ഫൈസിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളെ 6 ദിവസത്തെ ED കസ്റ്റഡിയിൽ കോടതി കഴിഞ്ഞ ദിവസം വിട്ടയച്ചിരുന്നു. അതിനാൽ ഈ ദിവസങ്ങളിലെല്ലാം ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ എങ്ങനെയാണ് പോപ്പുലർ ഫണ്ട് സ്വരൂപിക്കുന്നത്, ഒപ്പം ഈ ഫണ്ട് എങ്ങനെ SDPIക്ക് നൽകി, SDPI അത് ഏതൊക്കെ നിലയിൽ ഉപയോഗിച്ചു എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ തെളിവുകൾ ഈ MK ഫൈസിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ അത്തരം തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എന്തായാലും SDPIക്ക് മേൽ കടുത്ത നടപടിക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നതിന്റെ കൃത്യമായ ലക്ഷണമാണ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മിന്നൽ പരിശോധന. രോഹിണി. ശരി ഗൗതം. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹനനും ചേരുകയാണ്. പ്രജിത്ത്, കേരളത്തിൽ 2 ഇടങ്ങളിൽ മലപ്പുറത്തും തിരുവനന്തപുരത്തുമാണ് ഇപ്പോൾ നിലവിൽ SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ. രോഹിണി, അല്പം മുൻപ് ഇപ്പോൾ SDPIയുടെ നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അകത്തേക്ക് കയറണമെന്നൊരു ആവശ്യമൊക്കെ ഉള്ള CRPF ഉദ്യോഗസ്ഥരോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല. ഒരാളെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിച്ചു. SDPIയുടെ സംസ്ഥാന സമിതി അംഗമാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SDPI നേതാക്കൾ പറയുന്നത് നേരത്തെ അതിനുള്ളിൽ ഓഫീസ് സെക്രട്ടറി മാത്രമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് തങ്ങൾ ഇവിടെ എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇവരെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല. മറിച്ച് കുറച്ച് ദൂരത്തേക്ക് മാറി നിൽക്കാൻ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. അതാണ് നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. റെയ്ഡ് അകത്ത് തുടരുന്നു. SDPI നേതാക്കൾ നൽകുന്ന വിവരമനുസരിച്ച് നിലവിൽ ഓഫീസ് സെക്രട്ടറി മാത്രമാണ് SDPIയുടെ പ്രവർത്തകരായിട്ട് അതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. ബാക്കി EDയുടെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥരുമാണ്, സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് ഇവിടെയുള്ളത്. 3 വാഹനങ്ങളിലായിട്ടാണ്, 3 ടാക്സി വാഹനങ്ങളിലായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് രാവിലെ എത്തിയത്. അതീവ രഹസ്യമായിട്ടായിരുന്നു. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഇന്റലിജൻസ് വിഭാഗത്തിനോ ഒന്നും ഈ റെയ്ഡ് സംബന്ധിച്ച ഒരു സൂചനയും നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ റെയ്ഡ് ആരംഭിച്ചതിന് ശേഷം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതിന് ശേഷമാണ് അവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 4ഓളം SDPI നേതാക്കൾ ഇവിടെ ഉണ്ട്. കൂടുതൽ പ്രവർത്തകരും ഇങ്ങോട്ടത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകാനും ഒരു സാധ്യത നിലനിൽക്കുന്നു. എന്തായാലും രാജ്യവ്യാപകമായി 12ഓളം ഇടങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ നടക്കുന്ന പരിശോധന, കേരളത്തിൽ 3 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു. ആ പരിശോധനയാണ് മണിക്കൂറുകളായി ഇവിടെ തുടരുന്നത്. കഴിഞ്ഞ ദിവസം SDPI ദേശീയ അധ്യക്ഷനടക്കമുള്ളവർ അറസ്റ്റിലായ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ED ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പായി തന്നെ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് രാജ്യത്തെ ഇത്രയധികം കേന്ദ്രങ്ങളിൽ ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. SDPIയുടെ ഏറ്റവും പ്രമുഖനായ നേതാവിനെ, ദേശീയ അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യവും കസ്റ്റഡി എടുത്തൊരു സാഹചര്യവും തുടർ നടപടികളുമായി ED മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ SDPIയുടെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രം വലിയ ഒരു നടപടിക്ക് ഒരുങ്ങാനുള്ള സാധ്യത, SDPIയുടെ കാര്യത്തിൽ ഒരു നടപടിക്ക് ഒരുങ്ങാനുള്ള സാധ്യതയൊക്കെ തെളിയുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. നിരവധി സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം EDയുടേതായി പുറത്തുവന്ന വെളിപ്പെടുത്തലുകളും അതീവ ഗൗരവമേറിയതാണ്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ച അവകാശം അത് SDPI ഏറ്റെടുത്തു എന്നുള്ളതായിരുന്നു ED പറഞ്ഞത്. ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. രാജ്യത്ത് നടക്കുന്ന കള്ളപ്പണ ഭീകരവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളും ED ഈ പറയുന്ന വാർത്താക്കുറിപ്പിലൊക്കെ പുറത്തുവിട്ടു. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് SDPIയുടെ സംസ്ഥാന സമിതി ഓഫീസിൽ പരിശോധനകൾ തുടരുകയാണ്. രോഹിണി.
ശരി പ്രജിത്ത്, മലപ്പുറത്ത് നിന്ന് ശിവദാസും ചേരുന്നു. ശിവദാസ്, മലപ്പുറത്ത് ഏത് രീതിയിലാണ് SDPI കേന്ദ്രങ്ങളിൽ EDയുടെ പരിശോധന പുരോഗമിക്കുന്നത്? രോഹിണി, ഏകദേശം 2.5 മണിക്കൂറോളമായി SDPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഏകദേശം 10:30യോടുകൂടിയാണ് ED ഉദ്യോഗസ്ഥർ മലപ്പുറത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പരിശോധനയ്ക്കായി എത്തിയത്. അതീവ രഹസ്യമായിട്ട് തന്നെയാണ് ഇവിടെയും പരിശോധന തുടരുന്നത്. കാരണം ടാക്സി കാറുകളിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ, ക്രൈംബ്രാഞ്ചിനെയോ മറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടാണ് SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഡോക്യുമെന്റ്സുകളും മറ്റു രേഖകളും എല്ലാം തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചുറ്റുവട്ടത്ത് ചില SDPI നേതാക്കൾ അടക്കം ഉണ്ട്, പക്ഷേ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SDPIയുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയായിട്ടുള്ള മലപ്പുറം ജില്ലയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ചില നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്താനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. PFI വഴി അടുത്ത ബന്ധം ഉള്ള ഒരു SDPI, PFI വഴി SDPIക്ക് വലിയ തോതിൽ തന്നെ പണം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ തെളിവുകളെല്ലാം തന്നെ ED ഉദ്യോഗസ്ഥരുടെ കൈവശം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് കോടതിയിലും ED നൽകിയിരിക്കുന്നത്. അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം പണം ഉപയോഗിച്ചു, ഹവാല വഴി എത്തിയ പണം ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി SDPI ഉപയോഗിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അവരുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ MK ഫൈസിയാണ്. MK ഫൈസിയെ കഴിഞ്ഞ ദിവസമാണ് ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ തെളിവുകളും രേഖകളും എല്ലാം സഹിതമാണ് ED ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കോടതിയിൽ കൈമാറിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ പരിശോധന. കാരണം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. SDPIക്കെതിരെ ഒരുപക്ഷെ നിരോധനം അടക്കമുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും രേഖകളും തെളിവുകളും എല്ലാം തന്നെ ശേഖരിക്കുക എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പരിശോധന. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും എല്ലാം തന്നെ വ്യാപകമായി തന്നെ ഒരു ഫണ്ട് ശേഖരണം നടന്നിരുന്നു. റംദാൻ ഫണ്ടും അതോടൊപ്പം തന്നെ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ സഹായിക്കുക എന്ന തരത്തിലുള്ള ഒരു ഫണ്ട് ശേഖരണം അടക്കം വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നടക്കം ഉണ്ടായിരുന്നു. ഈ ഫണ്ട് എല്ലാം തന്നെ SDPI വഴി, പോപ്പുലർ ഫ്രണ്ട് വഴി SDPIയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മറ്റു പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു എന്നതിൻ്റെ കണ്ടെത്തൽ അടക്കം EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ ഒരു പരിശോധന. ശരി ശിവദാസ്, കേരളം ഉൾപ്പെടെ രാജ്യത്തെ 12 ഇടങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മലപ്പുറത്തും തിരുവനന്തപുരത്തും അടക്കമാണ് റെയ്ഡ്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ED റെയ്ഡ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണനും പ്രജിത് മോഹനനും ശിവദാസ് കന്മനവും. മറ്റ് വാർത്തകളിലേക്ക്. നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടി. ബൊഫോഴ്സ് അഴിമതി കേസ് പുനരന്വേഷിക്കാൻ കേന്ദ്രം. US-ൽ സ്വകാര്യ കുറ്റാന്വേഷകൻ മൈക്കൽ ഹെർഷ്മാനോട് CBI വിശദാംശങ്ങൾ തേടി. പ്രത്യേക CBI കോടതി വഴിയാണ് കത്തയച്ചത്. ബൊഫോഴ്സ് പീരങ്കി ഇടപാടിലെ അഴിമതി അന്വേഷണം അട്ടിമറിച്ചത് രാജ്യത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ സർക്കാരുകളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറാൻ തയ്യാറാണെന്നും മൈക്കൽ ഹെർഷ്മാൻ പ്രതികരിച്ചിരുന്നു. 2017 ഇന്ത്യ സന്ദർശന വേളയിലായിരുന്നു ഈ വെളിപ്പെടുത്തൽ. കേസ് പുനരന്വേഷിക്കാൻ ശ്രമിക്കുന്ന CBI മൈക്കൽ ഹെർഷ്മാന് കത്തയച്ചു. ഹെർഷ്മാനിൽ നിന്നും വിശദാംശങ്ങൾ തേടാൻ കഴിഞ്ഞ വർഷം CBI US അധികൃതരെ ബന്ധപ്പെട്ടുവെങ്കിലും നടപടിയുണ്ടായില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെ CBI പ്രത്യേക കോടതി വഴി കത്തയച്ചത്. 1986 മാർച്ച് 28-നാണ് രാജീവ് ഗാന്ധി സർക്കാരും സ്വീഡിഷ് കമ്പനിയായ ബൊഫേഴ്സുമായി ആയുധ കരാറിൽ ഒപ്പിടുന്നത്. 1437 കോടി രൂപയുടെ കരാറിനായി സ്വീഡിഷ് കമ്പനി 64 കോടി രൂപ കോഴ നൽകിയത് വിവാദമായി. രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതിയേർക്കപ്പെട്ടിരുന്നു. ദേശീയതലത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ സർക്കാരുകൾ അന്വേഷണത്തിൽ നടത്തിയ ഇടപെടൽ മൂലം 2005 ഡൽഹി ഹൈക്കോടതി കേസിലെ എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി. ജനം, ഡൽഹി. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി. കേസിലെ 1-ാം പ്രതി MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി പരാമർശം. പരീക്ഷാ നടത്തിപ്പ് ന്യായവും സുതാര്യവുമായിരിക്കണമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ.
ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങി. ചോദ്യപേപ്പർ ചോർത്തിയ അധ്യാപകനെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി MS സൊല്യൂഷൻസിലേക്ക് അയച്ചുവെന്നും നാട്ടിലെ പ്രാദേശിക നേതാവിന് 5 ലക്ഷം രൂപ മറ്റൊരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഉടമ ഓഫർ ചെയ്തുവെന്നും ഷുഹൈബ് പറയുന്നു. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, ഷുഹൈബ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് മൊഴിയായി ഷുഹൈബ് നൽകുന്നത്? വീണ, അല്പസമയം മുൻപാണ് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഹാജരായത്. മാത്രമല്ല, ഈ സമയം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണ്, അതിലൊക്കെ തന്നെ വസ്തുത ഇല്ല. മാത്രമല്ല, തൻ്റെ നാട്ടിലെ മറ്റൊരു സ്ഥാപനത്തിന്റെ ഉടമ ഈ നാട്ടിലെ പ്രാദേശിക നേതാവിന് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. തൻ്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള ഒരു നീക്കം അതാണ് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുഹമ്മദ് ഷുഹൈബ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ എത്തിയ സമയത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർത്തി അന്വേഷണ സംഘം എത്തിയ സാഹചര്യത്തിൽ ഈ MS സൊല്യൂഷൻസിൽ ഉണ്ടായിരുന്ന ഫഹദ് എന്ന അധ്യാപകനിലൂടെയാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. ഈ ഫഹദ് എന്ന് പറയുന്ന അധ്യാപകനെ തനിക്കറിയില്ല. തൻ്റെ സ്ഥാപനത്തിലേക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഫഹദ് എത്തിയത്. ഈ ഫഹദിനെ അടക്കം തൻ്റെ സ്ഥാപനത്തിലേക്ക് അയച്ചുകൊണ്ട് കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി നടന്ന സംഭവമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച. അതിൽ തനിക്ക് പങ്കില്ല, തന്നെ തകർക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അല്പം മുമ്പ് ഈ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ എത്തിയ ഈ MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് അകത്താണ് ഷുഹൈബ് ഉള്ളത്. കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ, മറ്റ് നടപടികളൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ നടക്കും. മാത്രമല്ല, ഇന്ന് ഈ കേസ് ഷുഹൈബ് ജാമ്യ അപേക്ഷ നൽകിയിരുന്നു. അത് തള്ളിക്കൊണ്ട് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ചോദ്യപേപ്പർ ചോർത്തിയതിന്റെ ഉറവിടം കണ്ടെത്തണം, കൃത്യമായി ഈ ഷുഹൈബ് ഈ ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷുഹൈബ് കോഴിക്കോടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഹാജരാകാൻ എത്തിയത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ അവതരിപ്പിച്ച സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വിമർശനങ്ങൾ ഉയർന്നതോടെ ബില്ലിലെ VC-യുടെ യോഗ്യത വെട്ടിക്കുറച്ചു. അധ്യാപക സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് മന്ത്രി വഴങ്ങിയെന്നും ആരോപണം. പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകി മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സർവകലാശാല ഭേദഗതി ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്ന VC-മാരുടെ യോഗ്യത വെട്ടിക്കുറച്ചാണ് പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ VC നിയമനം പ്രൊഫസർ, കോളേജ് പ്രിൻസിപ്പൽ തസ്തികയിലുള്ളവരിൽ നിന്നാകണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ പ്രൊഫസർമാർക്ക് പകരം അസോസിയേറ്റ് പ്രൊഫസർ മതിയെന്നാണ് മന്ത്രിയുടെ പുതിയ നിർദ്ദേശം. യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസർമാരും പ്രൊഫസർമാരുടെ പദവിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരും അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും തുടരുമ്പോഴാണ് 10 വർഷത്തെ മാത്രം അധ്യാപന പരിചയമുള്ള അസോസിയേറ്റ് പ്രൊഫസർക്ക് PVC ആകാമെന്ന പുതിയ നിയമ ഭേദഗതി. വൈസ് ചാൻസലർ പ്രൊഫസറോ പ്രിൻസിപ്പലോ ആയിരിക്കണമെന്നായിരുന്നു വ്യവസ്ഥയെങ്കിലും ഇന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് പുതിയൊരു ഭേദഗതി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുകയാണ്. വൈസ് ചാൻസലർ അസോസിയേറ്റ് പ്രൊഫസറായാൽ മതി എന്നാണ് പുതിയ ഭേദഗതി. VC-ക്കുള്ള നിരവധി അധികാരങ്ങൾ VC-ക്ക് നൽകിക്കൊണ്ടാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. ബില്ല് നിയമമായി കഴിഞ്ഞാൽ സർവകലാശാലകളിൽ VC ഒരു പ്രധാന അധികാര കേന്ദ്രമായി മാറും. UGC പുറത്തിറക്കിയിരിക്കുന്ന 2025-ലെ കരട് UGC റെഗുലേഷനിൽ VC തസ്തിക തന്നെ ഒഴിവാക്കിയിരിക്കുമ്പോഴാണ് സംസ്ഥാന സർവകലാശാലകളിൽ VC-യുടെ അധികാരങ്ങൾ VC-ക്ക് കൈമാറുന്നത്. ഇടത് അധ്യാപക സംഘടനാ നേതാക്കന്മാർക്ക് VC പദവി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രി VC-യുടെ യോഗ്യത വെട്ടിക്കുറച്ചതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച കേസിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. നാവായിക്കുളം സ്വദേശിയായ 29 വയസ്സുള്ള അഭിജിത്താണ് കല്ലമ്പലം പോലീസിന്റെ പിടിയിലായത്. ആറ്റിങ്ങലിലെ ബൈക്ക് ഷോറൂമിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ് ഇയാൾ.
ചാവർക്കോട് മദർ ഇന്ത്യ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗ്രീഷ്മയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും സംശയം തോന്നിയതിനെ തുടർന്നാണ് സമീപവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 29 വയസ്സുള്ള അഭിജിത്താണ് കല്ലമ്പലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ആറ്റിങ്ങലിലെ ബൈക്ക് ഷോറൂമിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു അഭിജിത്ത്. പെൺകുട്ടിയെ യുവാവ് പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 2:00 സംഭവം. വീട്ടിൽ അമ്മൂമ്മ സരസ്വതി മാത്രമാണ് ഉണ്ടായിരുന്നത്. അമ്മൂമ്മയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ മുറിയുടെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് അകത്തു കടന്നത്. ഷോൾ കൊണ്ട് കുരുക്കിട്ട് ഫാനിൽ നൂങ്ങിയ നിലയിലായിരുന്ന ഗ്രീഷ്മയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരേതനായ ഗിരീഷിന്റെയും നാവായിക്കുളം പഞ്ചായത്ത് ക്ലർക്കായ സിന്ധുവിന്റെയും ഏക മകളാണ് ഗ്രീഷ്മ. ജനം, തിരുവനന്തപുരം. പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരവാദി ഉത്തർപ്രദേശിൽ പിടിയിൽ. ബാബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഭീകര സംഘടനയിൽ പ്രവർത്തിച്ചുവന്ന ലെജർ മസീഹ് എന്ന ഭീകരവാദിയെ ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പഞ്ചാബ് പോലീസും ചേർന്നാണ് പിടികൂടിയത്. പിടിയിലായ ഭീകരന് പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുമായി ബന്ധമുണ്ടെന്ന് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24-ന് പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ഭീകരവാദി ലെജർ മസിഖാണ് ഉത്തർപ്രദേശിൽ പിടിയിലായത്. UP പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പഞ്ചാബ് പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ കൌശംബിയിലെ ഖോഗ്രാജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഖാലിസ്ഥാൻ ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾക്ക് പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാളുടെ പക്കൽ നിന്നും സ്ഫോടക വസ്തുക്കളും തോക്കും വ്യാജ ആധാർ കാർഡും ഒരു മൊബൈൽ ഫോണും കണ്ടെടുത്തു. ബാബർ ഖൽസ ഇന്റർനാഷണലിന്റെ ജർമ്മനി ആസ്ഥാനമായുള്ള മൊഡ്യൂളിന്റെ തലവൻ ഹരൺ സിംഗിന്റെ അടുത്ത അനുയായി കൂടിയാണ് പിടിയിലായ ഭീകരൻ. ഇക്കഴിഞ്ഞ ജനുവരി 15-നും ഫെബ്രുവരി 17-നും പഞ്ചാബിലെ ജെയിൻപൂർ, റെയ്മൽ എന്നിവിടങ്ങളിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ പോലീസിന് നേർക്ക് വെടിയുതിർത്തിരുന്നു. ഈ സംഭവത്തിലും പിടിയിലായ ഭീകരന് ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നു. ഖാലിസ്ഥാൻ വാദികൾക്കുള്ള താക്കീതാണ് ഭീകരന്റെ അറസ്റ്റെന്ന് BJP ദേശീയ വക്താവ് RP സിംഗ് വ്യക്തമാക്കി. पंजाब पुलिस और UP पुलिस की ये दूसरी पकड़ है और जितने खालिस्तानी हैं वो समझ जाएं कि वह कहीं भी जाकर छुपेंगे, वह पकड़े जाएंगे और उनके खिलाफ जो कानूनी कार्रवाई होगी वह होगी. ഭീകരവാദിയിൽ നിന്നും കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് പിന്നീട് നിർവീര്യമാക്കി. ജനം, ഡൽഹി. ഉത്തരാഖണ്ഡിന്റെ വികസനത്തിന് ഡബിൾ എഞ്ചിൻ സർക്കാർ കരുത്തേകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരുന്ന 10 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ വികസനമാണ് ലക്ഷ്യമിടുന്നത്. ദൈവിക അനുഭൂതിയിലൂടെ ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. സംസ്ഥാനത്തെ തൊഴിലവസരങ്ങളും വർദ്ധിക്കും. യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണം ചെയ്യും. ശൈത്യകാലത്തും ചാർധാമിലേക്ക് എത്താൻ സാധിക്കുന്ന റോഡ് സാധ്യമാക്കും. ആധുനിക തരത്തിലുള്ള എക്സ്പ്രസ് വേ, റെയിൽവേ സംവിധാനങ്ങൾ, ഹെലികോപ്റ്റർ സർവീസ് എന്നിവ വിപുലമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഹർസലിൽ പൊതുപരിപാടി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. उत्तराखंड सरकार का 12 मासी पर्यटन का विजन, 365 दिन के पर्यटन का विजन लोगों को दिव्य अनुभूतियों से जोड़ने का अवसर देगा. इससे यहाँ साल भर उपलब्ध रहने वाले रोजगार के अवसर विकसित होंगे. इसका बड़ा फायदा उत्तराखंड के स्थानीय लोगों को होगा, यहाँ के युवाओं को होगा. साथियों, उत्तराखंड को विकसित राज्य बनाने के लिए हमारी डबल इंजन सरकार मिलकर काम कर रही है. 4 धाम, ऑल वेदर रोड, आधुनिक एक्सप्रेस वे, राज्य में रेलवे, विमान और हेलीकॉप्टर सेवाओं का विस्तार 10 वर्षों में उत्तराखंड में तेजी से विकास हुआ है. ഇടവേളയിലേക്ക്. ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ മരിച്ച ഷൈനി അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദം. ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. പലതവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തത് അസ്വസ്ഥയാക്കി. വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഡ്യൂട്ടിയിലാണോ? എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
എടി നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാൽ വെച്ചാൽ ഈ അമേരിക്കയുടെ NSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യഹാട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കുക കാണും. എന്താ ചെയ്താന്നറിയത്തില്ല. ഏതായാലും നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂരിൽ കുട്ടിയാന ചെരിഞ്ഞ സംഭവം വനംവകുപ്പിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കും. ഇതിന്റെ ഭാഗമായി കൊട്ടിയൂർ റേഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കണ്ണൂർ DFO തലവനായ 11 അംഗ സംഘമാണ് അന്വേഷണം നടത്തുക. പടക്കം പൊട്ടിയാണ് ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായ അന്വേഷണം നടത്താൻ വനംവകുപ്പ് തീരുമാനിച്ചത്. കരിക്കോട്ടക്കരിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന ആറളം വളയംചാലിലെ RRTയുടെ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ രാത്രിയാണ് ചെരിഞ്ഞത്. കണ്ണൂർ വള്ളിയായിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് വനംമന്ത്രി AK ശശീന്ദ്രൻ. ഗ്രാമപഞ്ചായത്ത്, വനം വകുപ്പ്, റവന്യൂ, ജനപ്രതിനിധികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കും. ഇതിന് MLA നേതൃത്വം നൽകും. കാട്ടുപന്നിക്കായി വ്യാപകമായ തിരച്ചിൽ നടത്തും. ആവശ്യമെങ്കിൽ വെടിവെച്ചു കൊല്ലുമെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നി മൂലം കൃഷിനാശമുണ്ടായ കണക്കുകൾ തിട്ടപ്പെടുത്തി നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയും ആവശ്യമെങ്കിൽ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് നേരത്തെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതൊന്നുകൂടി പുതുക്കി ഉത്തരവ് നടക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടികൾ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കുടുംബനാഥൻ, മരിച്ചുപോയ കുടുംബനാഥൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അവരുൾപ്പെടെ ആ പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലമായി വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. ആ കൃഷിനാശം സംബന്ധിച്ച കണക്കുകൾ വളരെ പെട്ടെന്ന് തിട്ടപ്പെടുത്തി കൃഷി ഓഫീസറോട് ആ റിപ്പോർട്ട് വനംവകുപ്പിന് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് ആ കൃഷിനാശത്തിനുള്ള തുകയും കൈമാറാനാണ് തീരുമാനിച്ചിട്ടിരിക്കുന്നത്. വയനാട് കറുവൻതോടിൽ CPM നേതാവ് വീട് കയറി ആക്രമിച്ചതായി പരാതി. CPM ബ്രാഞ്ച് സെക്രട്ടറി ഷാബുവും കൂട്ടരും മദ്യലഹരിയിൽ ആക്രമിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ സുരേഷിനും പങ്കാളി അനിതയ്ക്കും പരിക്കേറ്റു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി ഷാബുവും കൂട്ടാളികളും മദ്യലഹരിയിൽ വീട് കയറി ഇരുവരെയും ആക്രമിച്ചത്. വീട്ടിലെത്തിയ സംഘം തെറി വിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ഇരുവരെയും മർദ്ദിച്ചെന്നും പരാതിയിലുണ്ട്. തുടർന്ന് ഷാബുവും സംഘവും വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. വീടിനു നേരെ കല്ലെറിയുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് സുരേഷ് പറഞ്ഞു. യാതൊരു പ്രകോപനവും കൂടാതെയാണ് സംഘം വീട്ടിൽ കയറി ആക്രമിച്ചത്. വീട്ടിലെ പട്ടി കുരച്ചതാണ് ആക്രമിക്കാൻ കാരണമെന്ന് സുരേഷ് പറഞ്ഞു. ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. ജനം, വയനാട്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി 41 വയസ്സുള്ള ഹാരിയാണ് തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറി പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാം എന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു.
ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്കുഭാഗത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്നും 100 മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷ്ണം ട്രാക്കിൽ കിടന്നിരുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗുഡ്സ് ട്രെയിൻ റെയിലിന്റെ കഷ്ണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമമാണെന്ന കണക്കുകൂട്ടലിലായിരുന്നു റെയിൽവേ പോലീസ്. ഒപ്പം മോഷണ ശ്രമവും തള്ളിക്കളഞ്ഞിരുന്നില്ല. റെയിലിന്റെ കഷ്ണം ഒരു ട്രാക്കിലേക്ക് മാത്രം ചാരി വെച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. മദ്യലഹരിയിലായിരുന്നു പ്രതി കൃത്യം നടത്തിയത്. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറി പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതി ഹരി കുറച്ചു ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നിരുന്നത് RPFന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ RPF ഹരിയുടെ ഫോട്ടോയും എടുത്ത് സൂക്ഷിച്ചിരുന്നു. ഇതാണ് സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. സംഭവം നടന്ന അധികം വൈകാതെ തന്നെ പോലീസ് ഹരിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജനം, തൃശൂർ. സംസ്ഥാനത്ത് ലഹരിക്ക് അടിമയാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. എക്സൈസ് വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നത് ആയിരങ്ങൾ. 4 വർഷത്തിനിടെ വിമുക്തിയിൽ മാത്രം ചികിത്സ തേടിയത് 6781 കുട്ടികളാണ്. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന അപകടകരമായ സാഹചര്യത്തിന്റെ നേർസാക്ഷ്യമാണ് എക്സൈസിന്റെ വിമുക്തി ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ വർഷാവർഷം ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണം. 2018 ആരംഭിച്ച വിമുക്തി കേന്ദ്രങ്ങളിൽ 2021 മുതലാണ് 18 വയസ്സിൽ താഴെയുള്ളവർക്കും ചികിത്സ നൽകി തുടങ്ങിയത്. 2021 681 കുട്ടികൾക്കാണ് വിവിധ വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സ നൽകിയത്. 2022 അത് 1238 ഉയർന്നു. 2023 ചികിത്സ തേടിയത് 1982 കുട്ടികൾ. 2024 മാത്രം സംസ്ഥാനത്തെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്കെത്തിയത് 2880 കുട്ടികൾ. 2021 മുതൽ 2024 വരെയുള്ള 4 വർഷം വിമുക്തി കേന്ദ്രങ്ങളിൽ ആകെ എത്തിയത് 6781 കുട്ടികൾ. പുറത്തുവന്ന കണക്കുകൾ എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തിയവരുടേത് മാത്രമാണ്. സ്വകാര്യ ആശുപത്രികൾ, ഡി അഡിക്ഷൻ സെന്ററുകൾ, മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ എന്നിവയിലെ കണക്കുകൾ പുറത്തു വന്നാൽ ലഹരിമുക്തിക്കായി ചികിത്സ തേടുന്ന കുട്ടികളുടെ എണ്ണം 10,000 കടക്കും. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചെറിയൊരു ശതമാനത്തെ മാത്രമാണ് തിരിച്ചറിയാനും ചികിത്സ നൽകാനും സാധിക്കുന്നത്. അതിനാൽ തന്നെ ലഹരിക്കടിമപ്പെട്ട കുട്ടികളുടെ യഥാർത്ഥ കണക്കുകൾ പേടിപ്പെടുത്തുന്നതായിരിക്കുമെന്നും ഉറപ്പ്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ ലഹരി പാർട്ടി എന്ന പരാതിയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ പോലീസിനെ ആക്രമിച്ച യുവാക്കൾ. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പോലീസുകാർ ആക്രമിച്ചത് പ്രതിരോധിക്കുകയാണ് ചെയ്തത് എന്നാണ് യുവാക്കളുടെ പക്ഷം. സംഭവത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെടുന്നതിനിടെ പരിക്കേറ്റ 3 പേരെ കോട്ടയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്യാണത്തണ്ട് ഏകശിപ്പടി മേഖലയിൽ ലഹരി സംഘം പിടിമുറുക്കുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി പോലീസ് സംഘം കല്യാണത്തണ്ടിലെത്തിയത്. പരിശോധനയിൽ 7 സംഘത്തെ പോലീസ് കണ്ടെത്തി. മദ്യപിച്ച് ബഹളം വെച്ച് ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ 7 പേർ ചേർന്ന് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജിലൂബ് ജോസ്, അൽബാഷ് പി രാജു, ബിബിൻ മാത്യു, രാഹുൽ മോഹൻദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തുടർന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഴവര സ്വദേശികളായ നന്ദുമോൻ സണ്ണി, വിഷ്ണു VS, നിർമ്മല സിറ്റി സ്വദേശി അഭിജിത്ത്, ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് ഷിബിൻ ശശി, ഷിജിൻ ശശി, വിനീഷ് സുഗു എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ കോട്ടയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശത്തെത്തിയ പോലീസ് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നും പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് യുവാക്കൾ പറയുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആശുപത്രിയിൽ കഴിയുന്നവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തും. ജനം, ഇടുക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ലഹരി കടത്ത് കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി NCBയും. എയർ പാഴ്സൽ വഴിയുള്ള ലഹരി കടത്തും വർദ്ധിച്ചിരുന്നു. ഇടപാടുകൾക്ക് ശേഷം അപ്രത്യക്ഷമാകുന്ന ഡാർക്ക് വെബ്സൈറ്റുകൾ വഴിയായിരുന്നു ലഹരി കടത്ത്. എക്സൈസ് പിടികൂടിയ കേസുകളിലെ രാജ്യാന്തര ബന്ധങ്ങളിലേക്കാണ് NCB അന്വേഷണം. വ്യക്തികൾ കൈവശം വെച്ചു കടത്തുന്ന മാരക ലഹരി വസ്തുക്കൾ വിമാനത്താവളങ്ങളിലെ പരിശോധനകളിൽ വ്യാപകമായി പിടിക്കപ്പെടുകയും നിരവധി വിദേശികൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. കസ്റ്റംസ് പരിശോധനകൾ ശക്തമായതോടെയാണ് എയർ പാഴ്സൽ ലഹരിക്കടത്തിലേക്ക് ലഹരി സംഘങ്ങൾ കടന്നത്. MDMA ആയിരുന്നു പാഴ്സലായി എത്തുന്ന ലഹരി വസ്തുക്കളിൽ കൂടുതലും. ഹൈബ്രിഡ് കഞ്ചാവും ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നും നെതർലാൻഡിൽ നിന്നുമെല്ലാമാണ് ലഹരി എത്തിയിരുന്നത്. വ്യാജവിലാസങ്ങളിൽ എത്തുന്ന പാഴ്സലുകളിലൂടെയുള്ള അന്വേഷണത്തിൽ ലഹരി എത്തിച്ച യഥാർത്ഥയാളെ എക്സൈസ് അന്വേഷണങ്ങളിൽ കണ്ടെത്തുമെങ്കിലും വിദേശത്തെ കണ്ണികളിലേക്ക് അന്വേഷണം എത്താറില്ല. വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് രാജ്യാന്തര കുറ്റാന്വേഷണ ഏജൻസികളുടെ കൂടി സഹായത്തോടെ ലഹരി കടത്തിന്റെ പ്രധാന കണ്ണികളിലേക്ക് NCB അന്വേഷണം എത്തും.
കൊച്ചി കേന്ദ്രമാക്കിയും കടൽ വഴിയും എല്ലാമുള്ള നിരവധി ലഹരിക്കടത്ത് കേസുകളും NCB അന്വേഷണ പരിധിയിലുണ്ട്. ഇന്റർനാഷണൽ തപാൽ വഴി ഫ്രാൻസിൽ നിന്ന് MDMA വരുത്തിയ തിരുവനന്തപുരം സ്വദേശി അതുൽ കൃഷ്ണ, കൊച്ചിയിൽ നിന്ന് ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി എത്തിച്ച കേസിൽ കോഴിക്കോട് സ്വദേശി മിർസാബ് എന്നിവർ പിടിയിലായിരുന്നു. പാർസൽ ലഹരിക്കടത്തിലെ നിരവധി കണ്ണികൾ ഇനിയും പിടിയിലാകാനുമുണ്ട്. ജനം, കൊച്ചി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെതിരെ ലണ്ടനിൽ ഖാലിസ്ഥാൻ പ്രതിഷേധം. ലണ്ടനിൽ ജയശങ്കർ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന വേദിക്ക് മുന്നിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. വിഘടനവാദികൾ അദ്ദേഹത്തിന്റെ കാറിന് നേരെ ആക്രമണ ശ്രമവും നടത്തി. ആക്രമണത്തെ ഭാരതം ശക്തമായി അപലപിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെതിരെ ലണ്ടനിൽ ഖലിസ്ഥാൻവാദികൾ നടത്തിയ അക്രമശ്രമത്തെ ഭാരതം അപലപിച്ചു. ലണ്ടനിൽ സംഭവിച്ചത് സുരക്ഷാ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയ വിദേശകാര്യ മന്ത്രാലയം ജനാധിപത്യ സ്വാതന്ത്ര്യം വിഘടനവാദികൾ ദുരുപയോഗപ്പെടുത്തുകയാണെന്നും വ്യക്തമാക്കി. നയതന്ത്രപരമായ ഉത്തരവാദിത്വം UK സർക്കാർ നിറവേറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ഇന്നലെ കോഴിക്കോട് നടന്ന ഇഫ്താർ സംഗമത്തിലാണ് മൂവരും പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിലാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ സാന്നിധ്യം. PTA റഹീം MLA, അഹമ്മദ് ദേവർകോവിൽ MLA തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ഗോകുൽ K. വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ. ഇന്നലെ നടന്ന പരിപാടിയിലാണ്, കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഇഫ്താർ സംഗമം ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചത്. ആ പരിപാടിയിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിട്ടുള്ളത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിന്റെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ആ പരിപാടിയിലാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തുള്ളത്. നേരത്തെ മുജാഹിദ് നടത്തിയ ഒരു പരിപാടിയിലും മുസ്ലിം ലീഗ് അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അത് രൂക്ഷമായ വിമർശനങ്ങൾ, സമസ്തയുടെ അണികൾക്കിടയിൽ രൂക്ഷമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. നേരത്തെ സമസ്തയുടെ ഇരുവിഭാഗ സംഘടനകളും ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ദീനിൽ മായം ചേർത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന വിമർശനമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുത്തിയതിനെതിരെ വിമർശനവുമായിട്ട് EK വിഭാഗം സമസ്തയും ഒക്കെ വന്നിരുന്നു. CIC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹക്കീഫ് ഫൈസി അതിർച്ചേരിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമസ്തയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് സമസ്ത ഉൾപ്പെടെയുള്ള സമസ്തയുടെ ഇരുവിഭാഗവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിക്കലരാനും അവരുമായി വേദികൾ പങ്കിടാനും അവരുമായി പരിപാടികൾ സംഘടിപ്പിക്കാനും ഒക്കെയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുന്നോട്ടേക്ക് വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സക്കാത്ത് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ബൈത്തുൽ സക്കാത്തിനെതിരെയും ഒക്കെ സമസ്തയുടെ ഇരു വിഭാഗങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. സമസ്ത വിമർശനം ഉന്നയിക്കുമ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുമായി വേദി പങ്കിടുകയാണ്, മുജാഹിദുകളുമായി വേദി പങ്കിടുകയാണ്, അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സമസ്ത ഏത് രീതിയിലായിരിക്കും മുസ്ലിം ലീഗ് നേതാക്കളുടെ ഈ പ്രതികരണത്തെ അല്ലെങ്കിൽ ഈ ഇടപെടലിനെ നോക്കിക്കാണുക എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനിടയിൽ കൂടുതൽ ചർച്ചയാവുന്ന വിഷയം. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. CPM ഭരിക്കുന്ന പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിൽ കൈക്കൂലി പരാതി. CPM ബ്രാഞ്ച് സെക്രട്ടറിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥനുമായ ഷാഫി ഖുറൈഷിക്കെതിരെയാണ് പരാതി ഉയരുന്നത്. തൊഴുത്ത് നിർമ്മാണത്തിന്റെ പേരിൽ 10,000 രൂപ വീതമാണ് സാധാരണക്കാരിൽ നിന്ന് ഇയാൾ വാങ്ങിയത്. സംഭവത്തിന് പിന്നാലെ BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വാങ്ങിയ തുക രേഖാമൂലം തിരികെ നൽകി. മന്ത്രി MP രാജേഷിന്റെ സ്വന്തം പഞ്ചായത്തായ കൊടുമ്പ് പഞ്ചായത്തിലാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴുത്ത് നിർമ്മാണത്തിന് വായ്പ അനുവദിക്കുന്നതിന് എന്ന പേരിൽ സാധാരണക്കാരിൽ നിന്നും പഞ്ചായത്ത് ജീവനക്കാരനും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷാഫി ഖുറൈഷി പണം വാങ്ങിയത്. എന്നാൽ പണം നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും വായ്പ ലഭിക്കാതായതോടെയാണ് ജനങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഞങ്ങൾ തൊഴുത്ത് കെട്ടിക്കോളെന്ന് പറഞ്ഞ് ഇവിടുത്തെ മെമ്പറും ഇയാളും പറഞ്ഞപ്പോൾ തൊഴുത്ത് കെട്ടി 1.5 ലക്ഷം രൂപ ചിലവാക്കി പിന്നാലെ കെട്ടി. കുഴി തൂർത്തിട്ട് കെട്ടിയതാണ്. അപ്പോൾ 4-5 മാസം കൊണ്ട് കെട്ടി തീർത്തു. നോക്കാൻ വന്നിട്ട് 10,000 രൂപ വാങ്ങി. ഞങ്ങൾ വല്ല സ്വർണ്ണമൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് കെട്ടിയത്. വാങ്ങുമ്പോൾ ബില്ലൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കുക, ഒരാഴ്ച കഴിഞ്ഞ് പൈസ കയറും പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് ഈ 4 വർഷമായിട്ടൊന്നുമില്ല. ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും പറയുന്നു.
പൈസ. പിന്നെ ഞങ്ങൾ പോയി പരാതിയൊക്കെ കൊടുത്തപ്പോൾ വിളിപ്പിച്ചിട്ട് 10,000 രൂപ തന്നു. പിന്നാലെ BJP പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയതോടെ ജനങ്ങളിൽ നിന്ന് വാങ്ങിയ തുക രസീത് വാങ്ങി തിരികെ നൽകി. എന്നാൽ കള്ള GST ബില്ല് സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന് വാങ്ങിയ തുക ആണെന്നും സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഉൾപ്പെടെ പങ്കുള്ളതായും BJP ആരോപിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പുറത്താക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ പഞ്ചായത്ത് റസീറ്റ് ഇല്ലാതെ 10,000 രൂപ ഒരു പദ്ധതി നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈക്കൂലിയാണ്. ആ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥനെ പഞ്ചായത്തിൽ നിന്നും പുറത്താക്കണം എന്ന് തന്നെയാണ് BJPയുടെ ആവശ്യം. ശക്തമായിട്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് വരുന്ന ആളുകൾ BJP ഉണ്ടാവും. ഇവർക്ക് ഈ പദ്ധതി വിഹിതം അത് എത്രയും വേഗം പഞ്ചായത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഷാഫി വരുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. വിഷയത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെ തീരുമാനം. ജനം, പാലക്കാട്. വനിതാ ദിനത്തിൽ വനിതകളെ അണിനിരത്തി പ്രതിഷേധിക്കാൻ ഒരുങ്ങി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാർക്കൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സംഗമം നടത്തും. ഇതുവരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച എല്ലാ സ്ത്രീകളെയും ഒന്നിച്ചു ചേർത്താണ് വനിതാ ദിനത്തിലെ പ്രതിഷേധം. അതേസമയം രാപ്പകൽ സമരം ഇന്ന് 25ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വനിതാ ദിനത്തിലെ മഹിളാ സംഗമം. അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാർക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇതുവരെ സമരത്തെ പിന്തുണച്ചെത്തിയ മുഴുവൻ വനിതകളെയും ഭാഗമാക്കും. അതോടൊപ്പം രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലെ വനിതകളെ കൂടെ മഹിളാ സംഗമത്തിന്റെ ഭാഗമാക്കും. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8-ാം തീയതി രാപ്പകൽ സമരവേദിയായ സെക്രട്ടേറിയറ്റിന് മുന്നിലാകും സംഗമം. അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാരോടൊപ്പം എന്നൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇതിനോടകം ഈ സമരപ്പന്തലിൽ ഈ സമരത്തെ പിന്തുണച്ചു വന്ന മുഴുവൻ ആളുകളെ, പ്രത്യേകിച്ച് വനിതകളെ ഞങ്ങൾ ഇവിടെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള സംഗമം നടത്തുകയാണ്. ഇത് വനിതകൾ നടത്തുന്നൊരു സമരമുഖമാണ്. ലോകത്ത് സ്ത്രീകൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭത്തിൻ്റെ ഒരു ദിവസം കൂടെ, ഓർമ്മപ്പെടുത്തൽ ദിവസം കൂടിയാണിത് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തി എല്ലാ വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരായ സന്ദേശം കൂടിയാണ് വനിതാ സംഗമത്തിലൂടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം സമരം ഇന്ന് 26ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഓരോ ദിവസം പിന്നിടുമ്പോഴും വലിയ ജനപിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത്. ജനം, തിരുവനന്തപുരം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK ഹോസ്പിറ്റൽ, ടച്ചിങ് ഹ്യൂമൻ ലൈഫ്സ്, എടപ്പള്ളി, ട്രിവാൻഡ്രം. അനന്തപുരി യാഗശാലയായി മാറാൻ ഇനി 7 നാൾ. ഇന്ന് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ 2ാം ദിനം. അമ്മയുടെ ദർശനം കണ്ട് സായുജ്യമടയാൻ ഭക്തജനസഹസ്രം ആറ്റുകാലിലേക്ക്. മാർച്ച് 13-ാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. പുലർച്ചെ നട തുറന്നത് മുതൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും അമ്മയുടെ ദർശനത്തിനായി ഭക്തസഹസ്രങ്ങൾ ആറ്റുകാൽ ദേവിയുടെ മണ്ണിൽ എത്തി. അമ്മ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇന്നലെ എൻ്റെ ഭർത്താവ് ആശുപത്രി കടന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. എല്ലാ വർഷവും വരും. 10 ദിവസത്തെ വ്രതം എടുത്താണ് ഞങ്ങൾ വരുന്നത്. അമ്മ വിളിച്ചാൽ വിളി കേൾക്കും. വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ്. ഇന്നലെ തൊട്ടേ വ്രതമാണ്. ഇനി 10 ദിവസവും വ്രതം. അമ്മ തിരിച്ചെഴുന്നള്ളി വന്നിട്ടേ വ്രതം 11-ൻ്റെ അന്നേ മുറിക്കുള്ളൂ. രാവിലെ 7 മണിക്ക് തോറ്റംപാട്ട് കലാകാരന്മാർ തോറ്റം പാടി ദേവിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് വർണ്ണിക്കുകയും ആടകൾ ചാർത്തിയ ദേവിയെ സ്തുതിക്കുകയും ചെയ്യുന്നതാണ് 2ാം ദിനത്തിലെ തോറ്റംപാട്ട്. കഴിഞ്ഞ ദിവസമാണ് പൊങ്കാല ഉത്സവത്തിന് കൊടിയേറിയത്. വായ്ക്കുരവയും വാദ്യമേളങ്ങളും വേദമന്ത്രധ്വനികളും മുഴങ്ങിയ അന്തരീക്ഷത്തിൽ കാപ്പുകെട്ടി കുടിയിരുത്തൽ ചടങ്ങോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചത്. മാർച്ച് 13-ാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ജനം, തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ സർവീസുകൾ അനുവദിച്ച് KSRTCയും റെയിൽവേയും. പൊങ്കാല ദിവസം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് 700ഓളം സർവീസുകൾ KSRTC ക്രമീകരിച്ചിട്ടുണ്ട്. 24 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളും ഉണ്ടാകും.
ആറ്റുകാൽ പൊങ്കാല ഉത്സവവുമായി ബന്ധപ്പെട്ട് 24 സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടാകും. 4 ട്രെയിനുകൾ നാഗർകോവിലേക്കും 14 ട്രെയിനുകൾ കൊല്ലം ഭാഗത്തേക്കുമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സ്പോട്ടിൽ നിന്ന് ക്ഷേത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ KSRTC ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഉത്സവവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കായിട്ട് 20ഓളം സ്പെഷ്യൽ സർവീസുകൾ പൊങ്കാല വരെ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും മണക്കാട് വഴിയാണ് സർവീസ് നടത്തുന്നത്. അത് ഇത്തവണ നമ്മുടെ കിള്ളിപ്പാലം ബണ്ട് റോഡ് വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ സർവീസ് നടത്തുന്നത്. ഇവിടെ ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം പോലീസുമായിട്ട് നടന്ന ഒരു ചർച്ചയിലാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പൊങ്കാല ദിവസം 700ഓളം ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് KSRTC പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ നിന്നും ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി 4000ഓളം പേർക്ക് പൊങ്കാലയിടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നാണ് KSRTC ATO പ്രസാദ് വ്യക്തമാക്കി. ഇത്തവണ എല്ലാ വർഷത്തിനേക്കാളും പുതുതായിട്ടൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത് BTC ബഡ്ജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 80ഓളം ബസ്സുകൾ സംസ്ഥാനത്തിലെ പല ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങളെ പൊങ്കാല ദിവസം ഇവിടെ എത്തിക്കുന്നതിന് ചാർട്ടർ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 3500-4000ഓളം യാത്രക്കാരുണ്ടാവും. അവർക്ക് ഇവിടെ എത്തി പൊങ്കാല ഇടുവാനുള്ള എല്ലാ സൗകര്യങ്ങളും KSRTC ചെയ്തു കൊടുക്കും. പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള റോഡുകളുടെ നിർമ്മാണവും നടത്തിവരുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ തട്ടിക്കൂട്ടി പണികൾ നടത്തി തീർക്കാനുള്ള ശ്രമമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. മാനവസേവ മാധവസേവ എന്ന മഹത്തായ വാക്യം പ്രാവർത്തികമാക്കുകയാണ് പത്തനംതിട്ട ചാലപ്പള്ളി വലിയകുന്നം ദേവീക്ഷേത്രം. ഭക്തർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന കാണിക്കയുടെ നിശ്ചിത വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുകയാണ് ക്ഷേത്രം ഭരണസമിതി. നിരാലംബരായ രോഗികൾക്കും തെരുവിൽ അലയുന്നവർക്കും ഭക്ഷണ വിതരണം ഉൾപ്പെടെ ക്ഷേത്രം ഭരണസമിതി നടത്തിവരുന്നു. ഇത് വലിയകുന്നം അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രം. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്തു നൽകാൻ ദേവിക്ക് വറപ്പൊടി നിവേദ്യം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തന്റെ ഭക്തരിലൂടെ ദേവി ചില മഹത്തായ മൂല്യങ്ങളും വീണ്ടെടുക്കുന്നു. ക്ഷേത്രം ഭരണസമിതി അശരണരുടെ കണ്ണീരുപ്പും ഒറ്റപ്പെട്ടവരെ ചേർത്ത് നിർത്തും, പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകും. ഇതിനെല്ലാം മാർഗമാകുന്നത് ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയും. പാലിയേറ്റീവ് കെയർ, വിവാഹ ധനസഹായം, പഠന ധനസഹായം, ആപത് സേവ എന്നിങ്ങനെ 4ആയി തിരിച്ചാണ് ക്ഷേത്ര ഭരണസമിതിയുടെ സേവന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ക്ഷേത്രത്തിലെ 23ാമത് ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഈ നാളുകളിൽ ഉച്ചസമയം ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ തെരുവിലലയുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അരികിലേക്ക് ഭക്ഷണവുമായി എത്തും, അവരുടെ വിശപ്പകറ്റും. ഇതുകൂടാതെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ സപ്താഹ നാളുകളിൽ പ്രധാന ഭക്ഷണ വിതരണവും നടക്കുന്നു. നമ്മളുടെ കമ്മിറ്റി എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് ആ സേവനങ്ങൾ തുടർന്നു പോവുകയാണ്. അതായത് നമ്മുടെ അടുത്ത പ്രദേശമായ റാന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ വർഷം മുതൽ ഈ സപ്താഹം നടക്കുന്ന 7 ദിവസങ്ങളിലും ഏതാണ്ട് 250-ൽ പരം ആൾക്കാർക്ക് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന നിത്യ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു 20% കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വഞ്ചി വെച്ചിട്ടുണ്ട്. ആ വഞ്ചിയിൽ നിന്ന് ലഭിക്കുന്ന തുകയും കൂടെ കൂട്ടിച്ചേർത്ത് കിട്ടുന്ന ആ തുക ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ സഹായമായിട്ട് നൽകുവാൻ വേണ്ടിയിട്ടും ഒരു പരിശ്രമം നമ്മൾ ഈ വർഷം മുതൽ തുടങ്ങിയിട്ടുണ്ട്. വരും വർഷം മുതൽ എല്ലാ ദിവസവും ഭക്ഷണ വിതരണം ബൃഹത്തായ പദ്ധതിയും ക്ഷേത്രം ഭരണസമിതിയുടെ തീരുമാനത്തിലുണ്ട്. ഈ ആതുരാലയത്തിൽ എത്തുന്ന രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ, ഇവിടുത്തെ ജീവനക്കാർ അടക്കമുള്ള ആളുകൾക്ക് എല്ലാ ദിവസവും സപ്താഹ സമയത്ത് എല്ലാ ദിവസവും ഭക്ഷണം എത്തിക്കുന്ന വലിയൊരു ദൗത്യം അതൊരു കടമയായി തന്നെ, ഔദാര്യമായല്ല, ഒരു കടമയായി തന്നെ ഏറ്റെടുക്കുകയാണ് ഭരണസമിതി നടത്തിയത്. മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചാൽ, സഹായിച്ചാൽ അതിനപ്പുറം ഈശ്വരസേവ മറ്റൊന്നുമില്ല. മറ്റ് ആരാധനാലയങ്ങൾക്കും മാതൃകയാക്കാവുന്ന സന്ദേശം സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് വലിയകുന്നം അന്നപൂർണേശ്വരി ദേവീക്ഷേത്ര ഭരണസമിതി. ജനം, പത്തനംതിട്ട. കേരള
കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് ICMRന്റെ വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം ഗവേഷണം നടത്തുന്നുണ്ട്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള ഘടകങ്ങളാണ് സംഘം പരിശോധിച്ചു വരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് യുവതി രോഗം ബാധിച്ചു മരണപ്പെട്ടിരുന്നു. ലോകത്ത് ഇതുവരെ 200ഓളം പേർക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇതിൽ 24 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. അടുത്തിടെയും കേരളത്തിൽ 10 പേർക്ക് രോഗം ബാധിച്ചിരുന്നു. 97% മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. കേരളത്തിൽ രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പ്രത്യേക പഠനം നടത്താൻ ICMR തീരുമാനമെടുത്തത്. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള ഘടകങ്ങൾ നിലവിൽ സംഘം പരിശോധിച്ചു വരികയാണ്. എന്നാൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വടക്കൻ ജില്ലകളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരുന്ന രോഗം തെക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചത് കടുത്ത ആശങ്കയായിരുന്നു. ഒഴുക്ക് കുറഞ്ഞ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന രോഗകാരിയായ അമീബ മൂക്കിലെയും ചെവിയിലെയും നേർത്ത സ്ഥലങ്ങളും സുഷിരങ്ങളും വഴിയാണ് തലച്ചോറിലേക്ക് കടക്കുന്നത്. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി. ജനം, തിരുവനന്തപുരം. അമീബിക് മസ്തിഷ്ക ജ്വര ഭീതി വിട്ടൊഴിയാതെ കോഴിക്കോട് ജില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് ജില്ലയിൽ രോഗം ബാധിച്ച് മരിച്ചത്. 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണ്. കുറ്റിക്കാട്ടൂർ ചെമ്മലത്തൂർ സ്വദേശി ജിസ്ന, കൊയിലാണ്ടി കാപ്പാട് സ്വദേശി സഫ്ന എന്നിവരാണ് രോഗം ബാധിച്ച് മരിച്ചത്. 2 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. വിദേശത്തു നിന്നടക്കം മരുന്നുകൾ എത്തിച്ചിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 3 പേർ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ വിദഗ്ധ പരിശോധന നടത്തിയിട്ടും ഉറവിടം കണ്ടെത്താനാകാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായിട്ടുണ്ട്. കുളങ്ങൾ, കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ കുളിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. വേനൽക്കാലം അടുത്തതോടെ രോഗം കൂടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് നഗരസഭയും വിവിധ പഞ്ചായത്തുകളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്ന വിമർശനവുമുണ്ട്. ജനം, കോഴിക്കോട്. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കുറ്റ്യാട്ടൂർ ശ്രീ കുർഭക്കാവിലെ താലപ്പൊലി മഹോത്സവത്തോട് അനുബന്ധിച്ച് ദേശവാസികൾ നടത്തുന്ന എരിഞ്ഞിക്കൊട്ട കത്തിക്കുന്ന ചടങ്ങ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കാവൽ കയറുന്ന ചടങ്ങിന്റെ ഭാഗമായാണ് ചടങ്ങ് നടന്നത്. കാവുകളിൽ അപൂർവമായി മാത്രമായി നടത്തുന്ന ചടങ്ങാണ് ഇത്. ആരൂഢസന്നിധിയായ കതിർക്കോട്ട് നിന്നും ദേവിയുടെ തിടമ്പുമായി കാവിലെ മുഖ്യ കാർമ്മികനായ മനിഷ് ആയത്താർ ശ്രീ കുർഭക്കാവ് ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങിനെ ആദരിക്കുന്ന ചടങ്ങാണ് എരിഞ്ഞ കൊട്ട കത്തിക്കലെന്ന് സാമൂഹിക പ്രവർത്തകരായ രമേശ് അരിയേരിയും ടി ശിവാനന്ദനും ജനം ടിവിയോട് പറഞ്ഞു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.